ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണേ. ചേച്ചി രാത്രി കാപ്പി ഉണ്ടാക്കുന്നൊരു വീഡിയോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഫോണൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ചേച്ചി കറി വെക്കാൻ വേണ്ടിയിട്ട് കാപ്പിക്ക് പുട്ടാണേ. അപ്പോൾ പുട്ട് ഉരുളക്കിഴങ്ങ് കറിയും വെക്കാമെന്ന് കരുതിയിട്ട് പുട്ടിന് നനച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചെത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ ഇത്രയും സമയം വീഡിയോ ഇടാതിരുന്നത് എന്തെന്നറിയാമോ? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അടുത്ത അമ്പലത്തിൽ ഉത്സവം, അവിടെ പാട്ടും ചെണ്ടമേളവും ഒക്കെ ആയിരുന്നു. അപ്പം നോക്കിയിരുന്ന് ചെണ്ടമേളം ഒന്ന് നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയിരുന്നത് ആ പാട്ട് തുടങ്ങി കേട്ടോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തായാലും ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു, ഇതേ വോയിസ് കട്ട് ചെയ്യുന്നു, പിന്നെ വീഡിയോ ഇടാം. നമ്മളെ വീഡിയോ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. ഒരു കണക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കരുതും നമ്മളെ വീടൊക്കെ ആളും അനക്കവും ഇല്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കണം. അപ്പോൾ പിന്നെ നമുക്കൊരു ശല്യവും ഇല്ല, വീഡിയോ ഇടാം. ഇത് റോഡ് സൈഡും അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ആകുമ്പോൾ എന്ത് സൗണ്ടും ഇതൊക്കെ വന്നാലും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ് വീഡിയോ ഇരുന്ന് ഇടാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറേ നേരം നിർത്തിയിട്ടാണ് പിന്നെ വീണ്ടും വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ എടുത്തപ്പോഴത്തേക്കും പാട്ടൊക്കെ ആയിരുന്നത് കൊണ്ട് ഇതും ഞാൻ മൊത്തം ഇതേ സൗണ്ടൊക്കെ കളഞ്ഞ് പാട്ടൊക്കെ കളഞ്ഞിട്ടാണ് ചേച്ചി വോയിസ് കൊടുക്കുന്നത്. നേരത്തെ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ പറ്റിയില്ല. പിന്നെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെണ്ടമേളമൊക്കെ നിന്ന് പെട്ടെന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഓടി വന്ന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുക പാട്ടിട്ട് പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ വീണ്ടും നിർത്തിയപ്പോഴത്തേക്കാണ് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത്. എന്നാ ചെയ്യാനല്ലേ, നമ്മളെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ചേച്ചി കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ചെത്തിക്കൊടി. എനിക്ക് ഇടത് കൈയാണേ വാക്ക്, മൊത്തത്തിൽ എല്ലാം ഇടത് വാക്കൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ പിച്ചാത്തി പിടിക്കുന്നത് മാത്രം ഇടത് കൈയാണ്. ബാക്കി ഞാൻ തുണി തയ്ക്കാനൊക്കെ കത്രിക വെട്ടുന്നതൊക്കെ വലത് കൈ തന്നെയാണ്. ബാക്കി ജോലികളെല്ലാം വലത് കൈ കൊണ്ട് തന്നെയാണ്. ഈ പിച്ചാത്തി പിടിക്കുന്നത് മാത്രം ഇടത് കൈ. അപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ബന്ധുക്കളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കൂടുമല്ലോ. അപ്പം നമ്മൾ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിയുമ്പോഴത്തേക്ക് എല്ലാവരും വലത് കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇടത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കൂ, അതെന്തേ ഇടത് കൈ വെച്ച് ചെയ്യണേന്ന്. അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ ഞാൻ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടാണ് വന്നിരുന്ന് വോയിസ് കൊടുക്കുന്നു. ശ്വാസം മുട്ടുന്നു കേട്ടോ. റൂമിനകത്തിരുന്നിട്ടാണ് ഫാൻ ഓഫ് ചെയ്തേക്കുന്നത്. ഫാൻ ഇടുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ടും കൂടെ കയറി വരും. നമുക്കൊരു മൈക്ക് വാങ്ങാത്തത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട്. നമ്മൾ പൈസ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല സുഹൃത്തുക്കളെ. നമ്മളെ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം അല്ലാണ്ട് ഒന്നും ഞാൻ വാങ്ങുന്നില്ല. വെറുതെ മൈക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ എങ്ങനെയായാലും നമ്മളെ ചാനലൊന്ന് ക്ലിക്കായതിന് ശേഷം മൈക്കൊക്കെ വാങ്ങാം. അപ്പം നമ്മളെ ഈ സൗണ്ടിൽ നിങ്ങൾ നമ്മളെ വീഡിയോ കാണണം, നിങ്ങൾ നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ മാവിന് നനച്ച് വെച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് ചെത്തുന്നത് കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഞാൻ 2 ദിവസത്തേക്ക് കണക്കാക്കിയാണേ. 2 ദിവസത്തേക്ക് കണക്ക്. നാളെ രാവിലെയും കൂടെ എടുക്കാം, രാത്രി എടുക്കാം, നാളെ രാവിലെ എടുക്കാം. അപ്പം നാളെയും പുട്ടാണ്, ഇന്നും പുട്ടാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, പുട്ടെന്ന് പറയുമ്പോൾ അവൾ എപ്പോഴും എന്നെ കളിയാക്കും, ചേച്ചിക്ക് പുട്ടാണ് എളുപ്പം, എനിക്ക് പുട്ടുണ്ടാക്കാൻ ഭയങ്കര പാടാണെന്ന്. വീഡിയോ ഇടുന്ന നമ്മളെ കഷ്ടപ്പാടാണ്. സുഹൃത്തുക്കളെ പാട്ട് കയറി കൊടുക്കുന്നതിന് എല്ലാം കഴിയുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ പാട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ് വീണ്ടും ഇടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറഞ്ഞ് ഏത് പറഞ്ഞെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ പുട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയൊക്കെ കഴിച്ച് ഇന്നും പുട്ടാണ്. ഇപ്പം ഇന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും ചായയും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. നമ്മളെ വീഡിയോ ഒക്കെ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിഞ്ഞൂടെ. എപ്പോഴൊക്കെ പറയുന്നത് പോലെയൊക്കെ തന്നെയാണേ. അപ്പോൾ ഇന്നലെ രാത്രിയും പുട്ടും കിഴങ്ങ് കറിയായിരുന്നു, ഇന്നും പുട്ടും കിഴങ്ങ് കറിയും ചായയും. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ഇന്ന് നമ്മൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇന്ന് നട തുറക്കണേ വൈകുന്നേരം. അപ്പോൾ എനിക്ക്
രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചോറും കറിയൊക്കെ വെക്കണം, തലയിൽ ഡൈ അടിക്കണം. നാളെ ഒരു കല്യാണമുണ്ട്. ഒത്തിരി ഒത്തിരി ജോലിയുണ്ട്. ടാറ്റ, ബൈ ബൈ.